വിട്ട് അവർ ഹയാത്ത് കാലത്ത് അവർ മുമ്പിൽ എങ്ങനെ നിൽക്കുന്നോ അതേ നിലക്കായിരിക്കണം സഹോദരിമാരെ നിങ്ങൾ സിയാറത്ത് ചെയ്യുന്നത്. ബഹുമാനപ്പെട്ട ഫാത്തിമ ബിബി റളിയല്ലാഹു ആയിഷ ബിബി റളിയല്ലാഹു അൻഹ അതാണ് പെണ്ണുങ്ങളായ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നത്. ആയിഷ ബിബി റളിയല്ലാഹു അൻഹയുടെ ഖബർ വീട്ടിൻ്റെ പുരയുടെ ഒരു അറയിലാണ്, ഒരു റൂമിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറവ് ചെയ്തത്. റസൂലുള്ളാഹിൻ്റെ റൗള ഷരീഫ് ഉണ്ടല്ലോ, എല്ലാവരും കണ്ടതല്ലേ, നമുക്ക് പിന്നെയും പിന്നെയും കാണാൻ അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറവ് ചെയ്തത് ആയിഷ ബിബിൻ്റെ പുരയിലാണ്, പുരൻ്റെ ഒരു റൂമിലാണ്. പിന്നെ ആയിഷ ബിബിൻ്റെ ഉപ്പയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ ഖബറിൻ്റെ അടുത്ത് തന്നെ ഒരല്പം പിന്തിച്ചുകൊണ്ട്, അതബോടുകൂടി ഒരല്പം പിന്തിച്ചുകൊണ്ട് ആ ഖബറിൻ്റെ അടുത്ത് തന്നെ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖിൻ്റെ ഖബറുണ്ടാക്കി. ആയിഷ, ഒന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബിബിൻ്റെ ഭർത്താവ്, മറ്റൊന്ന് ആയിഷ ബിബിൻ്റെ ഉപ്പ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. പിന്നെ ഒരു ഖബറിൻ്റെ സ്ഥലം അവിടെ ബാക്കിയുണ്ടായിരുന്നു ആ റൂമിൻ്റെ ഉള്ളിൽ. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു വഫാത്താകുമ്പോൾ ഉമറുൽ ഫാറൂഖ് അബൂലുലത്ത് കുത്തിക്കൊണ്ട്, വിഷമൂട്ടപ്പെട്ട കഞ്ചരൽ കുത്തിക്കൊണ്ടാണല്ലോ ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് വഫാത്താകുന്നത്. അത് സുദീർഘമായ ചരിത്രമാണ്, ഞാൻ ചരിത്രത്തിലേക്ക് കിടക്കുന്നില്ല. അങ്ങനെ ഉമറുൽ ഫാറൂഖ് മരണത്തോട് മല്ലിട്ട് കിടക്കുമ്പോൾ മോനെ വിളിച്ചിട്ട് പറയുന്നു, മോനെ നീ ഒന്ന് ആയിഷ ഉമ്മാന്റെ പുരയിലേക്ക് പോകണം മോനെ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തൻ്റെ മോൻ അബ്ദുല്ലാഹിനെ വിളിച്ചുകൊണ്ട് പറയുന്നു, നീ ആയിഷ ബിബിൻ്റെ അടുത്തേക്കൊന്ന് പോകണം. എന്തിനാ? ആയിഷ ബിബിൻ്റെ പുരയിൽ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അബൂബക്കർ സിദ്ദീഖിനെയും മറവ് ചെയ്ത സ്ഥലത്ത് ഇനി ഒരു ഖബറിൻ്റെ സ്ഥലം ബാക്കിയുണ്ട്. എനിക്കവിടെ കിടക്കണമെന്ന ആഗ്രഹമുണ്ട് മോനെ. അതുകൊണ്ട് ആയിഷ ഉമ്മയോട് സമ്മതം ചോദിക്കണം, ആ സ്ഥലം എനിക്ക് ഖബറിന് വേണ്ടി ഒഴിഞ്ഞു തരുമോ എന്ന് ആയിഷ ബിവിയോട് ചോദിക്കണം മോനെ. അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു പോകുന്നു. ആയിഷ ബിവിയോട് പറഞ്ഞപ്പോൾ ആയിഷ ബിവി പറയുന്നു, അത് എനിക്ക് കിടക്കാൻ വേണ്ടി വെച്ച സ്ഥലമാണ്, എനിക്കവിടെ കിടക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. കാരണം ഒന്ന് എൻ്റെ ഭർത്താവ്, ഒന്ന് സിദ്ദീഖുൽ അക്ബർ എൻ്റെ ബാപ്പ, ഇനിവരെ ഖബർ അവിടെ ബാക്കിയുള്ളത് എനിക്കവിടെ കിടക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ഉമർ റളിയല്ലാഹു അൻഹു അവിടെ കിടക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാനത് സമ്മതിക്കാം, ഞാൻ ആ സ്ഥലം വിട്ടു തരാമെന്ന്. അങ്ങനെ പിന്നീട് ഉമറുൽ ഫാറൂഖിന് ആ സ്ഥലത്താണ് മറവ് ചെയ്ത്. ഇപ്പോൾ അവിടെ ഖബർ എത്രയായി? 3. ഇവിടെ ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു അൻഹ സിയാറത്തിന് പോയിരുന്നു. എങ്ങനെ പെണ്ണുങ്ങളെ ചിന്തിക്കണം. ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സിയാറത്തിന് പോയിരുന്നു. ആദ്യം റസൂലുള്ളാഹിന്റെ ഒരു ഖബർ ഉണ്ടാകുമ്പോൾ എങ്ങനെ സാധാരണ ഭർത്താവിൻ്റെ മുന്നിലേക്ക് പെണ്ണുങ്ങൾ എങ്ങനെ പോകുന്നു, അതേ നിലക്ക് റസൂലുള്ളാഹിന്റെ ഖബറിന് പോയിട്ട് ആയിഷ ബിബി സിയാറത്ത് ചെയ്തിരുന്നു. പിന്നീട് അബൂബക്കർ സിദ്ദീഖിനെ മറവ് ചെയ്തപ്പോൾ അവിടെയുള്ളത് ആരാ? ഒന്ന് ഭർത്താവും ഒന്ന് ഉപ്പയും. അപ്പം അവരുടെ മുമ്പിലേക്ക് ഹയാത്ത് കാലത്ത് എങ്ങനെ പോയിട്ട് നിന്നിരുന്നോ അതേപോലെ പോയിട്ട് നിന്നിട്ട് സിയാറത്ത് ചെയ്യും. പിന്നെ മൂന്നാമത് ഉമറുൽ ഫാറൂഖിനെ അവിടെ മറവ് ചെയ്തതിൻ്റെ ശേഷം ആയിഷ ഉമ്മ സിയാറത്തിന് വേണ്ടി പോയിരുന്നു. എങ്ങനെ? സാധാരണ മുമ്പ് പോകും പോലെയല്ല, ശരീരമാകെ മറച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ആയിഷ ബിബി റളിയല്ലാഹു അൻഹ അവിടെ പോയി സിയാറത്ത് ചെയ്യുമായിരുന്നു. കാരണം ഇപ്പോൾ ഒരു അന്യപുരുഷനാണ് ഉമറുൽ ഫാറൂഖ് കിടക്കുന്നത്. ഇത് സഹോദരിമാരെ നിങ്ങൾക്കൊരു പാഠമാണ്. നിങ്ങൾ പുരുഷന്മാരുടെ ഔലിയാക്കന്മാരുടെ ഖബർ സിയാറത്തൊക്കെ ചെയ്യാൻ പോവുകയാണെങ്കിൽ വളരെ ജാഗ്രതയോടുകൂടി അന്യപുരുഷന്മാരെ മുമ്പിൽ എങ്ങനെ നിൽക്കുന്നോ അതുപോലെ തന്നെ ആയിരിക്കണം അവരുടെ ഖബറിൻ്റെ അടുത്ത് സിയാറത്തിന് പോകുന്നതും. പോകുന്ന സമയത്ത് ഈ മുഖവും ശരീരവും ആകെ തുറന്നുകൊണ്ട് പോകാൻ പാടില്ല. ഇന്നൊക്കെ പെണ്ണുങ്ങൾ സിയാറത്തിനൊക്കെ പോകുന്ന കാണുന്നു, നിസ്കാരം ഏതായാലും ഇല്ല. അതിൻ്റെ ഇടയ്ക്ക് ഈ ചമയും ആകെ ചമഞ്ഞുകൊണ്ട് ഈ പൗഡറും ലിപ്സ്റ്റിക്കൊക്കെ പറിച്ചിക്കൊണ്ട് സിയാറത്ത് പോകാൻ പോലും. എൻ്റെ പ്രിയമുള്ള സഹോദരിമാരെ, ഞാൻ നിങ്ങൾ പെണ്ണുങ്ങളെ വിഷയത്തിലേക്ക് കടന്നാൽ കുറേ നീണ്ടുപോകും. അതുകൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. എൻ്റെ പ്രിയമുള്ള സഹോദരിമാരെ, അപ്പം നിങ്ങൾക്ക് ഔലിയാക്കളെ സിയാറത്ത് ചെയ്ത് സുന്നത്തുണ്ട്, പക്ഷേ അതബോടും കുരുത്തത്തോടും കൂടിയായിരിക്കണം സിയാറത്ത് ചെയ്യുന്നത്. ആ നിലക്ക് അവരെ സ്നേഹിച്ചുകൊണ്ട് സിയാറത്ത് ചെയ്യാനും ഉറൂസിനൊക്കെ പങ്കെടുക്കാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖും ഭാഗ്യവും നൽകട്ടെ.